അങ്ങനെ നിങ്ങളുടെ ഉള്ളിലെ പനി മുഴുവൻ ഞാൻ എന്റെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചു. ആദ്യമൊക്കെ നിങ്ങൾ നല്ലതുപോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോ നിങ്ങളുടെ ആ വിറയലൊക്കെ മാറി. എന്നിട്ട് അപ്പോ ഞാൻ നിങ്ങളുടെ നെറ്റിയില് പറയടി, എന്താ ചെയ്തേ? ഒന്നുമില്ല മാഷെ, നിങ്ങളുടെ നെറ്റിയിൽ തുണി നനച്ചിട്ടൊന്ന് പറയാൻ വന്നതാ. അല്ലാതെ ഞാൻ നിങ്ങളുടെ നെറ്റിയിൽ ഉമ്മ വച്ചിട്ടൊന്നുമില്ല. നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല. നീ അതും ചെയ്തു കാണും, വൃത്തികെട്ട ബേക്കറിക്കാരി. നിങ്ങൾ എങ്ങനെ വിശ്വസിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല. നേരം വെളുക്കുന്നത് വരെ ഞാൻ നിങ്ങളെ കെട്ടിപ്പിടിച്ചാ കിടന്നുറങ്ങിയത്. ഞാൻ ഇറങ്ങിപ്പോയിക്കോളാം. പക്ഷേ ഇനിയും എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് പറയാൻ. എന്ത് കാര്യം? ഞാൻ മാത്രമല്ല, കുറച്ചു കഴിഞ്ഞപ്പോ നിങ്ങളും എന്നെ കെട്ടിപ്പിടിച്ചാ കിടന്നുറങ്ങിയത്. അപ്പൊ അതിനാര് സമാധാനം പറയും? കള്ളം പറഞ്ഞ നിന്നെ ഒന്ന് സമാധാനപ്പെട്ടു ചേട്ടാ. ബാക്കി കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇനി നിന്റെ ഒരു കാര്യം കേക്കണ്ട, ഒന്ന് ഇറങ്ങിപ്പോ. അയ്യോ കേക്കണം, അതൊക്കെ കേട്ട ചിലപ്പോ നിങ്ങൾ ബോധം കെട്ട് വീഴും. അത് ഹിറ്റ്ലറെ നിക്ക്, ബാക്കി കൂടി എനിക്ക് പറയാനുണ്ട്. അത് ശരി. അപ്പൊ ഭരണം തുടങ്ങിയത് മാത്രമല്ല, സുപ്രിയാന്റിയുടെ സ്ഥാനത്തേക്ക് ഇടിച്ചു കയറിയിരിക്കാനുള്ള ശ്രമവും തുടങ്ങിക്കഴിഞ്ഞു. അവള് രണ്ടും കൽപ്പിച്ച മായച്ചി. ഇക്കണക്കിന് പോയാ സുപ്രിയാന്റിയുടെ സ്ഥാനത്ത് അവള് കയറിയിരിക്കുമെന്നുള്ള കാര്യത്തില് ഒരു സംശയവുമില്ല. നിങ്ങളെന്താ ഒന്നും പറയാത്തത്? നമ്മൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? DK അവളുടെ ഭർത്താവാ. ആ സ്വാതന്ത്ര്യ അവകാശവും അവൾക്കുണ്ട്. റെസ്റ്റോറന്റിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധയോടെ വേണം പെരുമാറാൻ. ഇല്ലെങ്കിൽ നമ്മൾ മിക്കവാറും പുറത്താവും. ഇതൊക്കെ കണ്ട് നമ്മൾ ഭയപ്പെടുന്ന എന്തിനാ ഗോകുലേ? DKയുടെ റെസ്റ്റോറന്റിൽ ഇതുവരെ നമുക്കുണ്ടായിരുന്ന അവകാശവും അധികാരവും അവള് വന്നതുകൊണ്ട് എങ്ങനെ ഇല്ലാതാവുന്നത്? അവള് വന്നതുകൊണ്ടില്ലാതാവില്ല. പക്ഷേ അവള് വിചാരിച്ചാൽ ഇല്ലാതാവും. അത് മായച്ചി പറഞ്ഞത് ശരിയാ. ജ്യോതി ഈ വീട്ടിൽ വന്നിട്ട് 1 വർഷം കഴിഞ്ഞു. ഇതുവരെ DKയും അവളും തമ്മിലുള്ള ബന്ധത്തില് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ DK പോലും നിയന്ത്രിക്കാൻ തക്കവണ്ണം അവള് വളർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയക്കുക തന്നെ വേണം. ഇത്രയും നാൾ അവൾ കളിച്ചത് DK എന്ന വൻമരത്തിന്റെ ചുറ്റിനുമുള്ള ഒരു വൃത്തത്തിന് പുറത്തു നിന്നായിരുന്നു. എന്നാൽ ഇന്ന് DKയെ തന്നെ നിയന്ത്രിക്കാൻ പാകത്തില് അവള് മാറിയെങ്കിൽ നിങ്ങളെയൊക്കെ ഈസിയായി ആ റെസ്റ്റോറന്റിൽ നിന്ന് പുറത്താക്കാനും അവൾക്ക് കഴിയും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്ന്. പണ്ടത്തെ പോലെ DKയ്ക്ക് ഇപ്പൊ ജ്യോതിയോട് വിരോധമൊന്നുമില്ല. തന്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വന്നവളെന്നുള്ള പരാതിയും ഇല്ല. ജ്യോതി പറയുന്ന പല കാര്യങ്ങളും DK അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാലം കഴിയുന്തോറും ഏതൊരു വാളിന്റെയും മൂർച്ച കുറയും. ദാമ്പത്യ ജീവിതത്തിലും ഇതൊക്കെ തന്നെയാ തിയറി. എത്ര ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചാലും കുറച്ചു കഴിയുമ്പോ
പരസ്പരമെല്ലാം സഹിച്ചും ക്ഷമിച്ചും ഒന്നായി മുന്നോട്ട് പോകും. DKയുടെ ലൈഫില് അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല. സുപ്രിയ ആന്റിയുടെ ഓർമ്മകളെപ്പോലും ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്ന ആളാ DK. എത്ര ശ്രമിച്ചാലും DK കീഴടക്കാനോ മാറ്റിമറിക്കാനോ ജ്യോതിക്ക് കഴിയില്ല. അമ്മയുടെ നിർബന്ധം കൊണ്ട് തൽക്കാലം റെസ്റ്റോറന്റിന്റെ ചുമതല കൊടുത്തു എന്നല്ലാതെ അത് സ്ഥിരമായൊരു ഏർപ്പാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗോകുൽ, നിയമപരമായി ജ്യോതി DKയുടെ ഭാര്യ. DKയുടെ സകല സ്വത്തിനും ഭാര്യ എന്ന നിലയിൽ ജ്യോതിക്ക് അവകാശം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. DK റെസ്റ്റോറന്റ് DKയുടെ ജീവന. നിങ്ങളെപ്പോലും ഏൽപ്പിക്കാതെ അമ്മയുടെ നിർബന്ധം കൊണ്ട് മാത്രം DK അത് അവളെ ഏൽപ്പിക്കുന്നു തോന്നുന്നുണ്ടോ? കറക്റ്റ്. ഇന്നലെ വരെ മണ്ടത്തരങ്ങൾ മാത്രം കാണിക്കുന്നവളെന്നാ ജ്യോതിയെ DK പറഞ്ഞിരുന്നത്. ഇന്ന് അവളെ തന്നെ റെസ്റ്റോറന്റ് ഏൽപ്പിച്ചതിന് പിന്നിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. എന്ത്? DK ജ്യോതിയെ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ജ്യോതിയെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന അഭിപ്രായം DK മാറ്റി തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. ഒരുപക്ഷേ നിങ്ങളെക്കാൾ കൂടുതൽ വിശ്വാസം DKക്ക് ഇപ്പൊ അവളോടുണ്ട്. ആ വിശ്വാസം നിങ്ങൾക്ക് അപകടമാണ്. അപ്പോ റെസ്റ്റോറന്റിൽ ഞങ്ങൾ കുറച്ചുകൂടെ സൂക്ഷിക്കണമെന്നാണോ മായച്ചി പറയുന്നത്? റെസ്റ്റോറന്റിൽ മാത്രമല്ല, എല്ലായിടത്തും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഇനി ജ്യോതിയുടെ ഒരു കണ്ണുണ്ടാവും. അതുമാത്രമല്ല, പേടിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്ത് കാര്യം? DKക്ക് വയ്യാത്തത് കൊണ്ടാണല്ലോ ജ്യോതി റെസ്റ്റോറന്റ് നോക്കാൻ ഇറങ്ങി പുറപ്പെട്ടത്. ഓഫീസിൽ DKയുടെ കസേരയുടെ തൊട്ടടുത്തായിട്ട് അവള് മറ്റൊരു കസേരയിട്ടു. അതിലിരുന്നാ ഭരണം തുടങ്ങിയത്, അല്ലേ? അതെ. അതിനർത്ഥം എന്താ? ഇതൊരു താൽക്കാലികമായ ഏർപ്പാടല്ല എന്നാണ്. അസുഖമെല്ലാം മാറി DK ഓഫീസിൽ പോയി തുടങ്ങിയാലും ജ്യോതി ഒപ്പമുണ്ടാകും എന്നതിന്റെ സൂചനയാണത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നിങ്ങൾ സൂക്ഷിക്കണമെന്ന്. DK ഒരാളെ വിശ്വസിച്ചാൽ അത് 100%. ഒരു സംശയം പോലും ഉണ്ടാവില്ല. എന്നാൽ ജ്യോതി അങ്ങനെയല്ല. ഒരാളെയും പൂർണ്ണമായും വിശ്വസിക്കില്ല. സംശയത്തിന്റെ ഒരു കണ്ണ് എപ്പോഴും അവൾക്കുണ്ടാവും. അതിൽ കൂടി അവള് നിങ്ങളെയും നോക്കിക്കണ്ടാൽ നിങ്ങൾ പെടും. അതിനിവര് തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ. തെറ്റ് ചെയ്യുന്നില്ല, പക്ഷേ വേണ്ടതുപോലെ ജോലി ചെയ്യാതെ കളിച്ചു നടക്കുന്ന ഉഴപ്പന്മാരാണ് ഇവരെന്ന പേരുദോഷം മാറ്റാൻ ഇതുവരെ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? DK കണിശക്കാരനാണ്, പക്ഷേ ചില കാര്യങ്ങളിൽ നിങ്ങളോട് കർക്കശക്കാരനല്ല. ജ്യോതി കണിശക്കാരിയല്ല, പക്ഷേ തീരുമാനത്തിൽ കർക്കശക്കാരിയാണ്. DKയുടെ ഇടതുവശത്ത് ജ്യോതിയുടെ കസേര ഉറച്ചാൽ അത് നിങ്ങൾക്ക് നാശമായി തീരും. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം ഓരോ ചുവടും മുന്നോട്ട് വെക്കാൻ. പറഞ്ഞതിനർത്ഥം മറ്റൊന്നുമല്ല. റെസ്റ്റോറന്റിൽ നിന്ന് ജ്യോതിയെ പുറത്താക്കാൻ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയേ പറ്റൂ.
നിന്നെ ഞാൻ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും. ഇനി അത് പറ്റില്ല ഹിറ്റ്ലറെ. പ്രിയയുടെ കല്യാണം നടന്നാലല്ലേ നിങ്ങൾ എന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കൂ. എന്താ പറഞ്ഞത്? ആ കല്യാണം ഇനി നടക്കില്ല. പ്രിയയും രാജീവും തമ്മിലുള്ള കല്യാണം ഇനി നടക്കില്ല. ആ കല്യാണം നടന്നാലല്ലേ നിങ്ങൾക്ക് എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ പറ്റൂ. അവൾ ആ കല്യാണത്തിൽ നിന്നും പിന്മാറി. ഇനി നിങ്ങൾ എന്നെ എങ്ങനെ ഇവിടെ നിന്ന് പുറത്താക്കും? അവള് ബുദ്ധിയുള്ള കുട്ടിയാ. ഈ കല്യാണം നടന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ ഇവിടുന്ന് പുറത്താക്കില്ലെന്നാ ആ പാവത്തിന്റെ വിശ്വാസം. ഹിറ്റ്ലർ, ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. ഈ കല്യാണത്തിന് എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. എന്റെ അനിയത്തെ ഒന്ന് രക്ഷിക്കണം. അവക്ക് വേണ്ടിയാ ഞാൻ ഇതെല്ലാം സഹിച്ചത്. അതിനുവേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ നിങ്ങളുടെ കാല് വേണമെങ്കിലും പിടിക്കാം. ഈ കല്യാണം നടന്നില്ലെങ്കിൽ ചിലപ്പോ എന്റെ അച്ഛൻ ഹൃദയം പൊട്ടി മരിക്കും. എന്താ ഇത്? ഈ കല്യാണം തീരുമാനിച്ചത് ഞാനാ. ഈ കല്യാണം നടക്കുന്ന ദിവസം നിന്നെ ഇവിടുന്ന് കൊണ്ടുപോയിക്കോളാമെന്ന് വാക്ക് തന്നത് നിന്റെ അച്ഛനാ. ആരോടും പറയില്ല എന്ന് പറഞ്ഞ വാക്ക് നിന്റെ അച്ഛൻ തന്നെ തെറ്റിച്ചു. ഇതിന് ഞാനാണോ ഉത്തരവാദി? അത് മനസ്സിരുന്ന് വെങ്ങി പൊട്ടിയപ്പോ അച്ഛൻ അറിയാതെ ഒന്ന് പറഞ്ഞു പോയതാ. അത്രയ്ക്കും സങ്കടം താങ്ങാനുള്ള ശേഷിയൊന്നും ഇല്ല ആ പാവത്തിന്. പിന്നെ ഞാനിവിടുന്ന് പോയില്ലെന്നോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. ഞാൻ എപ്പോ ഇവിടുന്ന് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ആ നിമിഷം ഞാൻ ഇവിടെ നിന്ന് പൊയ്ക്കോളാം. ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാ. തോന്നുമ്പോ വാക്ക് തരാനും തെറ്റിക്കാനും ഇത് കുട്ടികളിയല്ല. ആരുടെ മുമ്പിലും DKക്ക് ഒരു വാക്കേ ഉള്ളൂ. എനിക്ക് തന്ന വാക്ക് തെറ്റിക്കാൻ ഞാൻ ഒരാളെയും അനുവദിക്കില്ല. ഞാൻ തീരുമാനിച്ച സമയത്ത് ആ കല്യാണം നടന്നിരിക്കും. പിന്നെ നീയും നിന്റെ അച്ഛനും ചേർന്ന് നടത്തുന്ന ഈ സെന്റിമെന്റ്സ് നാടകമൊന്നും എന്നോട് വേണ്ട. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല. ഇത് അച്ഛനൊരു അബദ്ധം പറ്റിയതാ. ഇതുപോലെ ഗതികെട്ട ഒരച്ഛൻ ഈ ലോകത്ത് വേറെ എവിടെയും ഉണ്ടാവില്ല. അച്ഛൻ പറഞ്ഞൊന്നും കാര്യാക്കണ്ട. നിങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം. ബാലു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് നിന്റെ ഒരു കാര്യം കേൾക്കണ്ട. ബാലു എന്തിനാ എന്നോടിങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ബാലു എന്നെ ഇങ്ങനെ ഒഴിവാക്കുന്നത്? അത് നീ നിന്റെ മനസാക്ഷിയോടാ ചോദിക്കേണ്ടത്. എന്റെ മനസാക്ഷിക്ക് മുമ്പിൽ ഞാൻ ബാലുവിനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല.
എന്ന് നീ പറഞ്ഞാ പോരല്ലോ, അത് കാണുന്നവർക്ക് കൂടി തോന്നണ്ടേ? എന്നാ ബാലു പറ, ഞാൻ എന്ത് തെറ്റാ ബാലുവിനോട് ചെയ്ത്? ഞാൻ നിന്റെ ഭർത്താവാ. ഞാൻ പറയുന്നത് ശരിയായാലും തെറ്റായാലും അനുസരിക്കേണ്ട ബാധ്യത നിനക്കുണ്ട്. ബാലുവിന്റെ ഈ ചിന്താഗതി തെറ്റാണ്. ഭർത്താവായതുകൊണ്ട് മാത്രം പറയുന്ന എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി തെറ്റാതെ അനുസരിക്കണമെന്നുണ്ടോ? സ്വന്തം മനസാക്ഷിക്ക് നിരക്കാത്തൊരു കാര്യം ചെയ്യാൻ ഭർത്താവായാലും നിർബന്ധിക്കാൻ അവകാശമില്ല. ഓഹോ, എന്നെ അനുസരിക്കാൻ വയ്യാത്തവർക്ക് എന്റെ ജീവിതത്തിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല. നിനക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ ഇറങ്ങിപ്പോ. അങ്ങനെ ഇറങ്ങിപ്പോവാനല്ല ഞാൻ ബാലുവിന്റെ ജീവിതത്തിലേക്ക് വന്നത്. എന്റെ അച്ഛനും അമ്മയും എന്നെ ബാലുവിന്റെ ജീവിതത്തിലേക്ക് പറഞ്ഞു വിട്ടത് ജീവിതകാലം മുഴുവനും ഒന്നിച്ച് ജീവിക്കാനാ, അല്ലാതെ പാതി വഴിയിലെ ഡിവോഴ്സായി തിരിച്ചു ചെല്ലാനല്ല. ഞാനൊരു കാര്യം പറഞ്ഞ അത് എന്റെ ഭാര്യ അനുസരിച്ചിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പക്ഷെ നീ ചെയ്യുന്ന എന്താടി? ജ്യോതിയുടെ കൂടെ ചേർന്ന് എന്നെയും ഞങ്ങളെ എല്ലാവരെയും എതിർക്കുന്നു. നിനക്കതിന്റെ ആവശ്യം എന്താ? ജ്യോതി എന്ത് തെറ്റായി കുടുംബത്തോട് ചെയ്യുന്നത്? ജ്യോതിയെ മനസ്സിലാക്കാതെ ഞാൻ അവളോട് ശത്രുവിനെ പോലെ പെരുമാറിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. നീ അവളെ കൂടുതലും ന്യായീകരിക്കാൻ നിൽക്കണ്ട. നീയും അവളും കൂടി ചേർന്ന റെസ്റ്റോറന്റിൽ നിന്ന് ഞങ്ങൾ ഒഴിവാക്കിയത്. അതിന് നിങ്ങളെ ആരും ഒഴിവാക്കി? നിങ്ങൾ ഇപ്പോഴും റെസ്റ്റോറന്റിൽ തന്നെ ഉണ്ടല്ലോ. നിങ്ങളോട് റെസ്റ്റോറന്റിൽ പോകണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതുകൊള്ള റെസ്റ്റോറന്റിൽ DKയുടെ കസാരയുടെ തൊട്ടരികിൽ അവൾ ഒരു കസാര ഇട്ടിരുന്ന അതിന്റെ അർത്ഥം എന്താ? റെസ്റ്റോറന്റ് നിയന്ത്രിക്കാൻ അവൾക്ക് അവകാശം ഉണ്ടെന്നല്ലേ, അധികാരം ഉണ്ടെന്നല്ലേ? അങ്ങനെ അവളുടെ അധികാരത്തിന്റെ കീഴില് അവിടെ ജോലി ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ബാലു, DKയുടെ ഭാര്യയാണ് ജ്യോതി. ഈ വീട്ടിൽ DKയ്ക്കുള്ള എല്ലാ അധികാരവും അവകാശവും ജ്യോതിക്കും ഉണ്ട്. ബാലു ഒരു കാര്യം മനസ്സിലാക്കണം. സുപ്രിയന്റെ പോയതിനു ശേഷം DK അനുഭവിച്ച തകർച്ചയുടെ ആഴം എന്താന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ജ്യോതിയെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. DK പോലും ഇതുവരെ ജ്യോതി അംഗീകരിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ എന്തിനാ അവൾ അംഗീകരിക്കുന്നത്? അംഗീകരിക്കണം ബാലു. ജ്യോതിയോടുള്ള അന്ധമായ വിരോധം കൊണ്ട് നേരത്തെ എനിക്കിതൊന്നും മനസ്സിലായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്കറിയാം. ജ്യോതി വന്ന ശേഷം DK ഒരുപാട് മാറി. DK പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. സുപ്രിയ എന്റെ മറക്കും. ജ്യോതിയെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്യും. എന്തൊരു നടക്കാത്ത സ്വപ്നം. ബാലു, ഇത് നടക്കാത്ത സ്വപ്നമല്ല, നടക്കാൻ പോകുന്ന യാഥാർത്ഥ്യമാണ്. അത് ബാലു മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാനിപ്പോ എന്ത് വേണമെന്നാ നീ പറയുന്നേ? ജ്യോതിയുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി ഓച്ചാനിച്ച് നിക്കണോ? ഓച്ചാനിച്ച് നിക്കണ്ട, ആരെ അനുസരിക്കുകയും വേണ്ട. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, അതേ ഞാൻ പറയുന്നുള്ളൂ. ആ കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പും തരാൻ കഴിയില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ അധിക്ഷേപിക്കുന്ന നിന്നോട് എനിക്കിപ്പോ ഒരു മമതയും ഇല്ല. നിന്നെ ഡിവോഴ്സ് ചെയ്യാൻ തന്നെ എന്റെ തീരുമാനം. ഇറങ്ങി പൊക്കോണം എന്റെ ജീവിതത്തിൽ നിന്ന്.